ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പ് നേരത്തെ ആരംഭിച്ചിരുന്നു. പക്ഷേ ISLന്റെ കാര്യത്തിൽ ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല. ഫൈനൽ കലണ്ടർ പുറത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുള്ളത് എന്ന കാര്യം CEO ആയ അഭിക് ചാറ്റർജി പറഞ്ഞിരുന്നു. ഡ്യൂറന്റ് കപ്പിൽ പങ്കെടുക്കാത്തതിൻ്റെ കാരണങ്ങളും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും സ്പോർട്ടിംഗ് ഡയറക്ടറായ സ്കിൻകിസ് ഇപ്പോൾ തങ്ങളുടെ ഭാവി പ്ലാനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് ഇന്ത്യൻ സീനിയർ താരങ്ങളെ വാങ്ങിക്കൂട്ടാൻ ഇപ്പോൾ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നതിലും അവരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിലുമാണ് തങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നാണ് കരോലിസ് സ്കിൻകിസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പരിശീലകന്റെ കാഴ്ചപ്പാട് അനുസരിച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ നിർമ്മിക്കുക. അമിതമായ പരിഗണന നൽകിക്കൊണ്ട് ഇന്ത്യൻ സീനിയർ താരങ്ങളെ ഞങ്ങൾ പിന്തുടരില്ല. മറിച്ച് യുവതാരങ്ങളെ ഞങ്ങൾ വളർത്തിയെടുക്കും, എന്നിട്ട് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തും. നമ്മുടെ പക്കൽ നല്ല ഇന്ത്യൻ താരങ്ങളും വിദേശ താരങ്ങളും ഉണ്ട്. വിദേശത്ത് നിന്നും മികച്ച യുവതാരങ്ങളെ കൊണ്ടുവരുന്നതിലും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഞങ്ങളിൽ വിശ്വസിക്കൂ, ഞങ്ങൾ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത്. അതായത് മികച്ച ഇന്ത്യൻ യുവതാരങ്ങളെ കൊണ്ടുവരിക, മികച്ച വിദേശ യുവതാരങ്ങളെ കൊണ്ടുവരിക, എന്നിട്ട് അവരെ വളർത്തിയെടുക്കുക, ടീമിന് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട പ്ലാനുകൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.